വിശുദ്ധ ഖുർആൻ ചില വചനങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിച്ചു വെച്ചാൽ ഇത്തരം ചില സന്ദർഭങ്ങളിലൊക്കെ സുഹൃത്തുക്കളെ ആ ഓർമ്മകൾ നമുക്ക് കരുത്തു പകരും, പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി പകരും. അതിലൊരായത്താണ് തുടക്കത്തിൽ ഞാൻ ഓതി വെച്ചത്, സൂറത്തു തൗബ 51 ആയത്ത്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആൾക്കാരെന്താ ചോദിക്കാറ്, നിങ്ങൾ എനിക്ക് എന്തേത് വരാൻ? അതിന്റെ ഉത്തരം അള്ളാഹു പറഞ്ഞു. ആ ഉത്തരത്തുമ്പോൾ നിന്നാൽ മതി, വേറെ ഒന്നും ഞാൻ ആലോചിക്കേണ്ട. അപ്രതീക്ഷിതമായി എന്തെങ്കിലും വന്നു, നമുക്ക് വന്നു, മക്കൾക്ക് വന്നു, കുടുംബത്തിന് വന്നു, സമ്പത്തിന് വന്നു, ആരോഗ്യത്തിന് വന്നു. കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹ് നിശ്ചയിച്ചതല്ലാതെ, അവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കും. അള്ളാഹുവിന്റെ രേഖയിൽ ഇല്ലാത്തൊരു കാര്യം വന്നാലല്ലേ സുഹൃത്തുക്കളെ ആലോചിക്കൊണ്ടുള്ളൂ. രേഖയിൽ ഉള്ളതാണെങ്കിൽ എന്തുകൊണ്ട് വന്നു? രേഖയിൽ ഉള്ളത് കൊണ്ട് വന്നു. ജനിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച, അല്ലെങ്കിൽ എല്ലാ വർഷത്തിലെയും നിർണയത്തിന്റെ രാത്രികളിൽ കുറിച്ചു വെച്ച നമ്മുടെ കഥാകഥകളിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചത്, ആ എഴുതി വെച്ചതിന്റെ സമയവും സെക്കൻഡും ആകുമ്പോൾ ഒരലാറം മുഴങ്ങുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ അത് വന്നെത്തും. അപ്പൊ എന്തേ വരാൻ, എന്തേ എനിക്ക് വരാൻ? അല്ലാഹു പറയാണ്, കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹു നിശ്ചയിച്ചതേ ഞങ്ങൾക്ക് വരുള്ളൂ. എന്നിട്ടോ അങ്ങനെ വരുത്തിയാൽ നമുക്കിഷ്ടല്ലെങ്കിൽ നമ്മൾ എന്താ സുഹൃത്തുക്കൾ അതിനെതിരായിട്ടാണ് ചിന്തിക്കേണ്ടതല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ അറിയോ? ഹുവ മൗലാന, അവൻ ഞങ്ങളുടെ രക്ഷകനാണ്. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അല്ലാഹുവിൽ സത്യവിശ്വാസികൾ പരമേൽപ്പിക്കട്ടെ. രക്ഷകനാണ് അല്ലാഹ്. ഈ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്ക് തരുന്ന റബ്ബന്നെയാണ് നമ്മുടെ കാവൽക്കാരനും നമ്മുടെ സംരക്ഷകനും. അതുകൊണ്ട് നമ്മക്ക് എന്താ ചെയ്യാൻ പറ്റുക? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്കൊന്നും കഴിയൂലല്ലോ, ഞാൻ നിസ്സഹായനാണല്ലോ, ഇതിന് പരിഹാരമില്ലല്ലോ, ഇതിന് മരുന്നില്ലല്ലോ എന്നൊന്നും പറയല്ല സഹോദരങ്ങളെ. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവന്റെ പ്രശ്നം അള്ളാഹ് പരിഹരിക്കും. അള്ളാന്റെ അടുത്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാവും. എത്ര നല്ലൊരു വാക്കാണത്. രോഗം വന്നോ, ഈ രോഗത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു തീരുമാനമുണ്ട്. എന്റെ മകനെ അള്ള കൊണ്ടുപോയോ, എന്റെ ഭർത്താവിനെ അള്ള കൊണ്ടുപോയോ, എന്റെ ഭാര്യയെ അള്ള കൊണ്ടുപോയോ, ഒരു തീരുമാനമുണ്ട് അള്ളാഹുവിന്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനം എന്താണോ അത് നടപ്പിലാകട്ടെ എന്ന് വിചാരിച്ചാൽ വേറൊന്നും അന്വേഷിക്കേണ്ട, അള്ളാഹുവിൽ ഏൽപ്പിച്ചവന് അള്ള മതി എന്നാണ്. എല്ലാ കാര്യത്തിനും അള്ളാന്റെ അടുക്കൽ ഇന്നല്ലാഹ ബാലിഗു അംരിഹി, ഏത് കാര്യവും നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, എല്ലാറ്റിനും അള്ളാഹു ഒരു ഖദർ വെച്ചിട്ടുണ്ട്. ഒരായത്ത് അതാണ്. രണ്ടാമത്തെ ഒരായത്ത് സൂറത്ത് ഹൂദിലെ 6-ാമത്തെ ആയത്ത്. ഇതൊക്കെ നമ്മളൊന്ന് ശരിക്കും മനസ്സറിഞ്ഞ് വായിച്ചാൽ ആവശ്യം വരും. ഇതൊന്നും ആവശ്യം വരാത്തൊരു മനുഷ്യനുമില്ല സുഹൃത്തുക്കൾ. ഈ ചോദ്യങ്ങളൊന്നും മനസ്സിൽ വരാതെ ഒരാളും ഇവിടുന്ന് കണ്ണ് ചിമ്മി പോവില്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി. എന്താണ് ഈ വാക്കിന്റെ ആശയങ്ങൾ ആലോചിക്കുക നിങ്ങൾ? അതായത് ഓരോരുത്തരും തൻ്റെ ജീവസന്ധാരണങ്ങൾ അവസാനിപ്പിച്ചിട്ട് എവിടെ പോയിട്ടാണ് അടങ്ങുന്നത്? നമ്മൾ എവിടെ കടന്നുറങ്ങുന്നത്? എല്ലാ ജീവികളും രാപ്പാർക്കുന്നത് എവിടെ? അവർ മടങ്ങിച്ചെല്ലുന്നത് എവിടേക്ക്? ആ താവളം അള്ളാഹ് കണ്ടിട്ടുണ്ട്. ഏതിലൊക്കെയാണ് നമ്മൾ ഓരോ ദിവസവും സഞ്ചരിക്കുന്നതെന്നും അള്ളാഹുവിന് അറിയാം. ഒരു ഭൂമിയിൽ ഒരു ജീവിയും തന്നെയില്ല, അതിൻ്റെ മുഴുവനും ഉപജീവനം റിസ്ക് അള്ളാന്റെ അടുത്താണ്. അള്ളാഹ് ഏറ്റെടുത്തു. അപ്പൊ ഞാൻ എന്താ ചെയ്യുക? ഞാൻ മരിച്ച എൻ്റെ കുട്ടികൾ എന്താ ചെയ്യുക? ഒന്നും ഒക്കെ പടച്ചോനേറ്റ്. മനുഷ്യൻ്റെത് മാത്രമല്ല കേട്ടോ, കടലിൽ കിടക്കുന്ന കോടാനകോടി ജീവജാലങ്ങളുടെ റിസ്ക് അള്ളാഹ് ഏറ്റിട്ടുണ്ട്. അവിടെ സുഹൃത്തുക്കളൊന്നും വരൂല, ഒന്നും സംഭവിക്കൂല. നമ്മൾ അള്ളാഹുവിൽ വരവേൽപ്പിച്ചാൽ അള്ളാഹു എല്ലാം. അവൻ യഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ, എവിടെ ചെന്ന് അടങ്ങുന്നെന്ന് അവൻ അറിയാം. അതിൻ്റെ താമസ സ്ഥലവും അതിൻ്റെ സൂക്ഷിപ്പ് സ്ഥലവും എല്ലാം അള്ളാഹുവിന് അറിയാം എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിലുള്ള ഒരു ജീവിയാണോ നമ്മളെ കാര്യത്തിൽ ഉത്തരവാദിത്തം അള്ളാഹ് ഏറ്റിട്ടുണ്ട്, നമ്മുടെ റിസ്കിൻ്റെ കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ബേജാറാകേണ്ട കാര്യമില്ല. അതിനൊക്കെ ഒരു പരിഹാരം അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. അള്ളാഹുവിൻ്റെ അറിവോടുകൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരായത്ത് സൂറത്ത് ഫാത്തിറിലെ 2-ാമത്തെ ആയത്താണ്. ഇനിയിപ്പോൾ അള്ളാഹുവിൻ്റെ കണക്കില്ലാതെ തരാൻ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ, കവാടങ്ങൾ അത് അള്ളാഹ് കണക്കില്ലാതെ തരും. അപ്പം ആരും ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ? 10-50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് വരെ 70 വയസ്സ് വരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഒരു ഹോസ്പിറ്റലിൽ പോലും പോകേണ്ടി വരാതെ, ജീവിതത്തിൽ ആഗ്രഹിച്ചപ്പോൾ വീടും ആഗ്രഹിച്ചപ്പോൾ വിവാഹവും ആഗ്രഹിച്ചപ്പോൾ മക്കളും ഒക്കെ കിട്ടിയപ്പോൾ ആരെങ്കിലും ചോദിച്ചു, എന്തിനാ പടച്ചോ ഇതൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ തരുന്നത്? എന്താ എനിക്ക് പടച്ചോനൊരു ബുദ്ധിമുട്ടും തരാത്തത്?
എന്നാരും ചോദിച്ചില്ല. ജീവിതത്തിൽ എത്രയോ ആയുഷ്കാലത്തിനിടയ്ക്ക് എപ്പോഴോ ഒരു പരീക്ഷണം തന്നപ്പോൾ ചോദിച്ച് എന്തിനാ പടച്ചോൻ ഇതെനിക്ക് തന്നത്? ഒക്കെ പടച്ചോനല്ലേ തീർന്നത്. എന്തേ അപ്പൊ ചോദിക്കാനെന്നത് സുഹൃത്തുക്കളെ? ദശാബ്ദങ്ങളോളം ഒരു തടസ്സവും ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോ എന്തേ ചോദിക്കാതിരുന്നത്? അല്ല പറയണോക്കങ്ങള് അള്ളാഹു ജനങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കും. അങ്ങനെ തുറന്നാൽ പല മുംസിക്കലഹ, പടച്ചോനൊരാൾക്ക് ഇങ്ങനെ കാരുണ്യം ഒഴുകി കൊടുക്കുമ്പോൾ ആർക്ക് തടുക്കാൻ പറ്റുക? ഏതെങ്കിലും അസൂയക്കാരന് തടുക്കാൻ പറ്റും സുഹൃത്തുക്കളെ? ബന്ധുക്കൾക്ക് തടുക്കാൻ പറ്റും, ശത്രുക്കൾക്ക് തടുക്കാൻ പറ്റും. അതൊരു തടസ്സമല്ലാതെ നമ്മക്കല്ല വിധിച്ചത് നമ്മളിൽ തന്നെ വരും. നമുക്ക് വിധിച്ച ദോഷങ്ങളും നമുക്ക് വിധിച്ച രോഗങ്ങളും നമുക്ക് തന്നെ വരുന്ന പോലെ അല്ല വെച്ച എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ അടുക്കൽ തന്നെ വരും. ഇനി അത് തടഞ്ഞു വെച്ചാലോ എവിടെങ്കിലും മക്ബറയിലോ മക്കാമിലോ ഔലിയാക്കന്മാരത്ത് പോയി വാങ്ങിക്കൊണ്ടുവരാൻ പറ്റൂല. പടച്ചോൻ തടഞ്ഞ് തരണമെങ്കിൽ പടച്ചോനേക്കാളും കഴിവുള്ള ഒരാൾ വേണ്ടേ സുഹൃത്തുക്കളെ? അങ്ങനെ ഉണ്ട്. പടച്ചോൻ തടഞ്ഞൊരു കാര്യം തരണമെങ്കിൽ പടച്ചവനേക്കാളും കുതിരത്തുള്ള ഒരാൾ വേണ്ടേ? അങ്ങനെ ഒരാൾ ഇല്ലല്ലോ. പിന്നെ ആ ഓട്ടം വെറുതെ അല്ലേ? ആ നേർച്ച വെറുതെ അല്ലേ? ആ ഭണ്ഡാരപ്പെട്ടിയിലത്തെ പൈസ വെറുതെ അല്ലേ? ആ ജാറം മൂടിയ തുണി വെറുതെ അല്ലേ സുഹൃത്തുക്കളെ? അല്ല തടഞ്ഞു വെച്ചത് വാങ്ങിത്തരാൻ കഴിയുന്നവരാണോ ആ മരണപ്പെട്ടു പോയ ദുർബലർ? അല്ല തടഞ്ഞു വെച്ചതിനെ വിട്ടുതരുന്ന ആരുമില്ല. വഹുവൽ അസീസുൽ ഹക്കീം, അവൻ അഗാധജ്ഞനും പ്രതാപശാലിയുമാകുന്നു. അപ്പോൾ നമുക്ക് എന്തേ മാർഗമുള്ളൂ? കൊടുക്കും തടയും ഒക്കെ ചെയ്യണ പടച്ചോണ്ടല്ലോ, ആ പടച്ച തമ്പുരാനിലേക്ക് അടുക്കുക, അവനേറ്റവും പ്രിയപ്പെട്ടവനാവുക. നമ്മുടെ പരസ്യത്തിലേക്കും രഹസ്യത്തിലേക്കും നോക്കിയാലും നമ്മൾ കുഴപ്പമില്ല എന്ന് അള്ളാഹ്ക്ക് തോന്നിയാൽ മതി. പിന്നെ വേറൊരു പ്രശ്നം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ആ അള്ളാഹുവിലേക്ക് അടുക്കല്ലാത്ത മറ്റൊരു പരിഹാര മാർഗം നമ്മുടെ മുന്നിൽ ഇല്ല എന്നാണ്. പിന്നെന്താ? എന്തു വന്നാലും ഉറപ്പിച്ചോളൂ, എന്തു വന്നാലും അതിനുള്ള പരിഹാരം എന്താ? അത് പരിഹരിക്കാനുള്ള പണം ഉണ്ടാക്കലല്ല സുഹൃത്തുക്കൾ, അത് പരിഹരിക്കാൻ ആളെ കൂട്ടലല്ല. എന്തു വന്നാലും അതിൻ്റെ പരിഹാരം തരും. ആ വന്നതിനെ ഉൾക്കൊണ്ട് ക്ഷമിക്കുക, അത് പരിഹാരമാണെന്ന്. ക്ഷമ പരിഹാരമാണെന്ന പടം. ക്ഷമകേട് കാണിക്കുന്നവന് വന്ന ഒരു പ്രശ്നവും പരിഹരിച്ചു പോകും. എന്ത് പ്രശ്നം വന്നോ അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം എന്താണ് സുഹൃത്തുക്കളെ? രോഗം വന്നു, ചികിത്സിക്കണം. പക്ഷെ ചികിത്സയെക്കാളും പ്രധാനം ആ രോഗം ഉൾക്കൊണ്ട് ക്ഷമിക്കലാണ്. ഫസ്ബിർ അലാ മാ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ. നീ ക്ഷമിക്ക്, അവരെന്തോ പറഞ്ഞോട്ടെ, നിനക്ക് വിഷമമുണ്ടാവും, നീ ക്ഷമിച്ചു. അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യാം. ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ, ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും മുമ്പ് അദ്കാറുകൾ, ദിക്റുകൾ. ആ രാവിലെയും വൈകുന്നേരം ദിക്റൊന്ന് ഒന്ന് അർത്ഥം നോക്കിക്കൊള്ളു. നമുക്ക് വരാനുള്ള എല്ലാ ദുരന്തങ്ങൾക്കും എല്ലാ അപകടങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ, രക്ഷ തേടലുകൾ ആ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അവിടെ ക്ഷമിച്ചാൽ മതി. ക്ഷമിച്ചാൽ അത് നമ്മുടെ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ്. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് എന്ത് മുസീബത്ത് വന്നാലും അവർ ഞങ്ങൾ അള്ളാഹുവിലേക്കുള്ളവരാണ് എന്നവർ പറയുന്നതാണ്. അതൊരു വല്ലാത്ത വാക്കാണ് സുഹൃത്ത്. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഫലൈസ ലനാ മിൻ അൻഫുസിനാ വ അംവാലിനാ ശൈഉൻ. ഞങ്ങളുടെ സ്വത്തിലും ഞങ്ങളുടെ ശരീരങ്ങളിലും ഞങ്ങൾക്കൊരവകാശമില്ല. എല്ലാം അള്ളയാണ്. ഇതുമ്മ എന്ത് നടക്കണം, നമ്മുടെ സ്വത്തും എന്ത് സംഭവിക്കണം, നമ്മളെ തടിമ എന്ത് സംഭവിക്കണം എന്ന് തീരുമാനിക്ക പടച്ചോനാണ് എന്നാണ്. ഏത് മുസീബത്ത് വന്നാലും നമ്മൾ പറയുന്ന വാക്കിൻ്റെ ഉള്ളടക്കം അതാണ്. അങ്ങനെ ക്ഷമിക്കാൻ പറ്റിയാലോ? ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ക്ഷമിച്ചാൽ മതി. നമുക്ക് എന്ത് വന്നാലും നമ്മൾ ക്ഷമിച്ചാൽ ആ ക്ഷമയാണ് അതിന് ഏറ്റവും വലിയ പരിഹാരം. അപ്പോൾ ഈ ആയത്തുകളും ഇതിൻ്റെ ആശയങ്ങളൊക്കെ ആലോചിക്കും.